നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്: കടലമാവും പഞ്ചസാരയും. ഞാനിവിടെ 2 കപ്പ് കടലമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഏകദേശം 1/4 കപ്പാണ്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഇളക്കിയെടുക്കുക. ഈ ഒരു ദോശമാവ് രൂപത്തിലാക്കിയെടുക്കുക. ഇനി ഇത് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതിനുശേഷം ഇതുപോലൊരു സ്ലോട്ടഡ് സ്പൂണ് എണ്ണയുടെ മുകളിൽ പിടിച്ച ശേഷം ആ മാവ് ഇതിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 5-10 സെക്കൻഡിനുള്ളിൽ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. നേരത്തെ തയ്യാറാക്കിയ മാവ് മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ബൂന്തി. സ്റ്റൗവിലേക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ലയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൂന്തിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ചൂട് തണയുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ബൂന്തിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടോട് കൂടി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്.